മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഒരു ചെറിയ രീതി നമ്മളത് മനസ്സിലാക്കി വെക്കണം, പഠിച്ചു വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ബുദ്ധി അല്ലാഹു നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കുന്നതിന്റെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ അരികിൽ ഒരു പ്രഭയായി, ഒരു നൂറായി അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളെ പടക്കുകയും ആ പ്രകാശം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ പിന്നീട് ആ പ്രകാശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 2000 കൊല്ലങ്ങൾക്ക് ശേഷം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് അല്ലാഹു സമർപ്പിച്ചത്. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് കൈമാറ്റം ചെയ്ത് ആ പ്രകാശം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്ക് എത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അലൈഹിസ്സലാമിന് 2 ആൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് മഹാനായ ഇസ്ഹാഖ് നബിയും 2 ഇസ്മാഈൽ അലൈഹിസ്സലാം, 2 മക്കൾ. ഹാജറ ബീവിയുടെ മകനാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. സ്വാറ ബീവിയുടെ മകനാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ആ ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബിയുടെ മകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയായ ഹാജറ ബീവിയുടെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിലാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീഴുന്നത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ മകന്റെ 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 മകൻ അങ്ങനെ പോയാൽ അദ്നാൻ എന്ന് പറയപ്പെടുന്ന ഒരു മകനിലേക്ക് എത്തും. അദ്നാൻ, ശരിക്കും ശ്രദ്ധിക്കണേ, നബി തങ്ങളുടെ പരമ്പരയാണ്. അദ്നാൻ എന്നവരുടെ മകൻ മഅദ് എന്ന് പറയപ്പെടുന്ന ആള്. ആ മഅദ് എന്നവരുടെ മകൻ നിസാർ എന്നവരുടെ മകൻ മുളർ എന്നവരുടെ മകൻ ഇല്യാസ് എന്നവരുടെ മകൻ മുദിരിക്ക എന്നവരുടെ മകൻ ഹുസൈമ എന്നവരുടെ മകൻ ഖനാന, അവരുടെ മകൻ നളർ, മകൻ മാലിക് എന്നവരുടെ മകൻ ഫിഹർ എന്നവരുടെ മകൻ ഗാലിബ് എന്നവരുടെ മകൻ ലുഐ എന്നവരുടെ മകൻ കഅബ് എന്നവരുടെ മകൻ മുറത്ത് എന്നവരുടെ മകൻ കിലാബ് എന്നവരുടെ മകൻ ഖസ്വാ എന്നവരുടെ മകൻ അബ്ദുമനാഫ് എന്നവരുടെ മകൻ ഹാഷിം. അതാണ് അവരുടെ ഗോത്രം. ഹാഷിം എന്നവരുടെ മകനാണ് അബ്ദുൽ മുത്തലിബ് എന്ന നബി തങ്ങളുടെ വല്യപ്പ. അതായത് നബി തങ്ങളുടെ പിതാവിന്റെ പിതാവ് അബ്ദുൽ മുത്തലിബ്. ആ അബ്ദുൽ മുത്തലിബ് കല്യാണം കഴിച്ചു. എങ്ങനെ നബി തങ്ങളുടെ തർക്കമില്ലാത്ത പരമ്പരയാണ് ഇവിടെ വായിച്ചിട്ടുള്ളത്. നബി തങ്ങളുടെ വാപ്പ അബ്ദുൽ മുത്തലിബ്, അവരുടെ പിതാവ് ഹാഷിം, അവരുടെ പിതാവ് അബ്ദുമനാഫ്, അവരുടെ പിതാവ് ഖസ്വാ, അവരുടെ പിതാവ് കിലാബ്, അവരുടെ പിതാവ് മുറ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പരമ്പര. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വല്യപ്പയായ അബ്ദുൽ മുത്തലിബ് കല്യാണം കഴിച്ചു, മക്കൾ ഉണ്ടായിട്ടില്ല. ഒരുപാട് വർഷം മക്കൾ ഉണ്ടായില്ല. അങ്ങനെയാണ് അബ്ദുൽ മുത്തലിബ് എന്ന ഹാഷിം ഗോത്ര തലവൻ വിശുദ്ധമായ കഅബയുടെ ചാരത്ത് വെച്ച് അല്ലാഹുവിനോട്, കഅബയുടെ രക്ഷിതാവിനോട് പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: എനിക്കെങ്ങാനും മക്കളെ തരികയാണെങ്കിൽ ആ മക്കളെ കൂട്ടത്തിൽ നിന്ന് ഞാനൊരു മകനെ രക്ഷിതാവിന്റെ മേലിൽ ബലി അറുത്തുകൊള്ളാമെന്ന് നേർച്ച നേർന്നു. ആര്? നബി തങ്ങളുടെ വല്യപ്പയായ അബ്ദുൽ മുത്തലിബ്.
ആ നേർച്ചയാണ് മഹാനവറുകളുടെ നേർച്ച അള്ളാഹു സ്വീകരിച്ചു. പിന്നീടങ്ങ് മക്കളെ കൊടുത്തു. 10 ആൺമക്കളെ അള്ളാഹു സമ്മാനിച്ചു അബ്ദുൽ മുത്തലിബിന്. ആ 10 ആൺമക്കളുടെ കൂടി 5ാമത്തെ മകനാണ് സുമുഖനായ സൽ സ്വഭാവിയായ നബിതങ്ങളുടെ പിതാവ് അബ്ദുല്ലാ. അങ്ങനെ പിന്നീട് മക്കക്കാരെല്ലാവരും അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ചു, അബ്ദുൽ മുത്തലിബ് ഒരു നേർച്ചക്കടമുണ്ടായിരുന്നല്ലോ, ഒരു മകനെ ബലിയറക്കുമെന്ന്. അങ്ങനെയാണ് ബലിയറക്കാൻ വേണ്ടി 10 മക്കളുടെ കൂട്ടത്തിൽ നിന്ന് നടുവിലത്തെ മകനെ എടുക്കുന്നത്. അതാ തങ്ങളുടെ പിതാവായ അബ്ദുള്ളയെ, അബ്ദുള്ള എന്നവരെ നബിതങ്ങളെ ബലിയറക്കാൻ വേണ്ടി തീരുമാനിച്ചു. മക്കക്കാരറിഞ്ഞു. ഹാഷിം കുടുംബങ്ങൾ എല്ലാവരും ഒരുമിച്ചുകൂടി. എല്ലാവരും അബ്ദുൽ മുത്തലിബിനെ തോന്നുന്നു ആ മകനെ അറക്കാൻ. നല്ല സുന്ദരനായ, നല്ല സ്വഭാവത്തിന്റെ ഉടമയായ ആ കുഞ്ഞുമോനെ എങ്ങനെ അറക്കാൻ തോന്നുന്നു? അതുകൊണ്ട് അബ്ദുൽ മുത്തലിബെ, ഈ അറവിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഈ കാലയളവിൽ ജീവിക്കുന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു പണ്ഡിതന്റെ അരികിൽ പോയി ഒരു ഫത്വ തേടണം. എന്താണ് ഫത്വ? ഈ കുട്ടിയെ അറക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഈ മനുഷ്യൻ അബ്ദുൽ മുത്തലിബ് അന്വേഷിച്ചു. അവസാനമായി കണ്ടെത്തി. അബ്ദുള്ള എന്ന് പറയപ്പെടുന്ന പിതാവിനെ അറവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇത്രത്തോളം ഒട്ടകത്തിനെ അതിന് പകരമായി അബ്ദുൽ മുത്തലിബ് എന്ന നബി തങ്ങളുടെ വല്യപ്പ അത്യാവശ്യം കഴിവുള്ള നല്ല കുടുംബമായിരുന്നവർ. ഏതായിരുന്നാലും അവര് ഒരുപാട് ഒട്ടകങ്ങളെ വാങ്ങി അറവ് നടത്തിയെല്ലാ മാംസങ്ങളും ദാനധർമ്മം ചെയ്തു. അങ്ങനെയാണ് ആ മകൻ അബ്ദുള്ളയെ അറവിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അതാണ് നബിതങ്ങളുടെ പേരുകളുടെ കൂട്ടത്തിൽ. നബിതങ്ങൾക്ക് ഒരുപാട് പേരുണ്ട്. അഹ്മദുണ്ട്, മുഹമ്മദുണ്ട്, ത്വാഹ എന്നുണ്ട്, യാസീൻ എന്നുണ്ട്, ഹാമീം എന്നുണ്ട്. നബിതങ്ങളുടെ സുന്ദര നാമങ്ങളുടെ കൂട്ടത്തിൽ ഒരു പേരുണ്ട് ഇബ്നു ദബീഹൈൻ, 2 അറക്കാൻ വെച്ചവരുടെ മകൻ എന്ന്. അത് ഒന്ന് നബിതങ്ങളുടെ ഉപ്പയായ അബ്ദുള്ള അറക്കാൻ. രണ്ടാമത്തതാരാ? അവരുടെ പിതാവിന്റെ 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 പിതാവ്. അങ്ങനെ പോയാൽ മഹാനായ ഇസ്മായിൽ സലാമിലേക്ക് എത്തും. ഇസ്മായിലിനെയും അറക്കാൻ വേണ്ടി വെച്ചതായിരുന്നു. അതാണ് 2 അറക്കാൻ വേണ്ടി വെച്ചവരുടെ മകൻ എന്ന ഹബീബാ നബി തങ്ങൾക്കുണ്ടായത്. ഏതായിരുന്നാലും ആ മകനായ അബ്ദുള്ള തങ്ങളെ അറക്കാതെ രക്ഷപ്പെടുത്തുകയാണ്. ആ കല്യാണം കഴിക്കാനുള്ള സമയമെത്തുന്നത്, പ്രായമെത്തുകയാണ്. അബ്ദുള്ള തങ്ങൾ കല്യാണം കഴിക്കാൻ ഒരുങ്ങുകയാണ്. ആരെയാണ് കല്യാണം കഴിക്കുന്നതെന്നറിയോ? സുബ്ഹാനല്ലാഹ്, സഹറ തറവാട്ടിലുള്ള സഹറ കുടുംബത്തിലുള്ള സഹറ കുടുംബം എന്ന് പറഞ്ഞാൽ ഈ ആമിന ബീവിയുടെ വാപ്പ വഹബ്, വഹബ് എന്നവരുടെ വാപ്പ അബ്ദുമനാഫ്, അവരുടെ വാപ്പയാണ് സഹറ എന്ന് പറയപ്പെടുന്നത്. അവരുടെ പിതാവാണ് കിലാബ്, അവരുടെ പിതാവാണ് മുറ. ആ മുറത്ത് എന്ന് പറഞ്ഞ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 5ാമത്തെ വല്ലിപ്പയും നബി തങ്ങളുടെ മാതാവായ ആമിന ബീവിയുടെ 5ാമത്തെ വല്ലിപ്പയും അവര് ആരാണ്? ഒന്നാണ്. ആ കിലാബ് എന്നവരുടെ മകൻ 2 ആൺമക്കളാണ്. ഖുസാ. ആ ഖുസയിലൂടെയാണ് അബ്ദുള്ള എന്ന് പറയപ്പെടുന്ന നബി തങ്ങളുടെ മകൻ നബി തങ്ങളുടെ വാപ്പയുടെ പരമ്പര വരുന്നത്. എന്നാൽ കിലാബ് എന്നവരുടെ മകൻ സുഹറ എന്നവരുടെ മകന്റെ പരമ്പരയിലൂടെയാണ് നബി തങ്ങളുടെ ആരും വരുന്നത്, ഉമ്മയുടെ പരമ്പരയും ചെല്ലുന്നത്. അവൻ നബി തങ്ങളുടെ മാതാവിന്റെ പരമ്പരയും എവിടേക്കാണെത്തുന്നത്? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിലേക്കും സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്കുമാണ്. നബി തങ്ങളുടെ പിതാവിന്റെ പരമ്പരയോ ആ പരമ്പരയും എത്തുന്നത് ഇസ്ലാമിലേക്കാണ്. അതാണ് സഹറ തറവാട്ടിൽ നല്ല സുമുഖിയായ ഒരു കുഞ്ഞുമോളുണ്ട്. ആ കുഞ്ഞുമോളുടെ പേരാണ് ആമിന. ആമിന ബീവിയും അബ്ദുള്ള തങ്ങളുമായി കല്യാണം നടക്കുന്നത് അന്ന് അബ്ദുള്ള തങ്ങൾക്ക് 19 വയസ്സാണ്. 25 വയസ്സും 27 വയസ്സൊന്നല്ല. നബി തങ്ങളുടെ പിതാവ്
നബിതങ്ങളെ ഗർഭം ചുമന്നുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, കേൾക്കാറുണ്ടല്ലോ. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുള്ളത് ഒരു 10-40 വയസ്സായ വാപ്പയായിരിക്കും മരിച്ചതെന്നാണ്. അല്ല, നബിതങ്ങളുടെ പിതാവ് മരണപ്പെടുമ്പോ നബിതങ്ങളുടെ പിതാവിന് 19.5 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായില്ലേ? വെറും 19.5 വയസ്സ്. സുബ്ഹാനല്ലാഹ്. പറയാം, നബിതങ്ങളുടെ ഹിസ്റ്ററി നമുക്കിവിടെ പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 19ാമത്തെ വയസ്സിലാണ് അബ്ദുള്ള തങ്ങൾ കല്യാണം കഴിക്കുന്നത്. ആ അബ്ദുള്ള തങ്ങളിലേക്കാണ് നബിതങ്ങളുടെ പ്രകാശം അവസാനമായി എത്തുന്നത്. ആ അബ്ദുള്ള തങ്ങളിൽ നിന്നാണ് സഹറ തറവാട്ടിലുള്ള ആമിന ബീവിയുടെ ഗർഭപാത്രത്തിലേക്ക് അല്ലാഹു കൊടുക്കുന്നത്. അതും ഒരു റജബ് മാസത്തിലെ വെള്ളിയാഴ്ച രാവിനാണ്. അതാണ് വീട്ടുകൂടാൻ ഏറ്റവും അഫ്ളലായ ദിവസം വെള്ളിയാഴ്ച രാവാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഒരു വെള്ളിയാഴ്ച രാവിലാണ് അബ്ദുള്ളയിൽ നിന്ന് ബീജം ആമിന ബീവിയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തിയത്. സുന്ദരിയായിരുന്നു ആമിന ബീവി. എന്നാൽ ഈ ബീജം ആമിന ബീവിയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തിയ അന്നത്തെ ദിവസം തന്നെ മഹദിയായ ആമിന ബീവിയുടെ മുഖത്ത് ഒരു വല്ലാത്ത പ്രകാശം കത്തി നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെ അബ്ദുള്ള ചോദിച്ചിട്ടുണ്ട്, നിന്റെ മുഖത്ത് വല്ലാത്തൊരു സൗന്ദര്യമുണ്ടല്ലോ. എന്തേ സൗന്ദര്യം? മദീനയുടെ രാജകുമാരൻ, ലോകം പടക്കാൻ കാരണദൂതരായ അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബീജമുണ്ടല്ലോ, ആമിന ബീവിയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അന്ന് തന്നെയാണ് ആദം നബി അലൈഹിസ്സലാമിനെ മഹദിയായ ആമിന ബീവി കാണുന്നത്. ആമിന, നിന്റെ ഗർഭപാത്രത്തിലുള്ളത് ലോകം പടക്കാൻ കാരണദൂതരായ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? അങ്ങനെ അത്ഭുതങ്ങളാണ് പിന്നീട്. ഏതായിരുന്നാലും 6ാമത്തെ മാസമെത്തിയപ്പോ അതാത് ഗർഭപാത്രത്തിൽ ഹബീബാ നബി തങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്തിലാണ് പിതാവ് ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. അബ്ദുല്ലാഹ്. സുബ്ഹാനല്ലാഹ്. പിന്നീട് അബ്ദുള്ള തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞുപോയി. അങ്ങനെ ആമിന ബീവി 9 മാസവും 9 ആഴ്ചയും 9 ദിവസവും 9 മണിക്കൂറും കഴിഞ്ഞ് പൂർണ്ണ ഗർഭിണിയായിരിക്കവേ AD 571 തീയതി 571ാമത്തെ വർഷത്തിൽ ക്രിസ്താബ്ദം 571ാമത്തെ കൊല്ലത്തിൽ വിശുദ്ധമായ റബീഉൽ തിങ്കളാഴ്ച രാവ് സുബഹയോടടുക്കുന്ന സമയത്തിൽ ആമിന ബീവിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ കുഞ്ഞുമോനെന്ന മുഹമ്മദ് ലോകം പടക്കാൻ കാരണദൂതരായ, ലോകത്തിന് കരുണ പഠിപ്പിച്ചു തന്ന, ലോകത്തിന് കാരുണ്യം പഠിപ്പിക്കാൻ വേണ്ടി ലോകത്തിലേക്ക് പറഞ്ഞയച്ച ആ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കുകയാണ്. ആമിന ബീവി പറയാണ്, പെണ്ണുങ്ങൾക്ക് പ്രസവ വേദന ഉണ്ടാവാറുണ്ടല്ലോ, എനിക്ക് ഒരു വേദനയും വന്നിട്ടില്ല, ഒരു വേദനയും ഉണ്ടായിട്ടില്ല. ഗർഭം ചുമക്കുമ്പോ പെണ്ണുങ്ങൾക്ക് വേദനിക്കാറുണ്ട് അല്ലേ? ഗർഭിണികള് ശരിക്ക് ചെരിഞ്ഞ് കിടക്കാൻ അവർക്ക് പ്രയാസമാണ്, കമഴ്ന്ന് കിടക്കാൻ അവർക്ക് പ്രയാസമാണ്, നേരെ നടക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്, കുമ്പിടാൻ അവർക്ക് പ്രയാസമുണ്ടാകും. എന്നാൽ ആമിന ബീവി എന്ന ഗർഭിണിക്ക് ഒരു പ്രസവ വേദനയോ ഒരു ഗർഭസമയത്തിൽ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയോ വന്നിട്ടില്ല അല്ലേ? ചില പെണ്ണുങ്ങൾക്കൊക്കെ നരമ്പിന്റെ സുഖമുണ്ടാകും, വല്ലാത്ത വേദനയാണ്. അല്ലാഹുവേ, അങ്ങനെയുള്ള സഹോദരിമാരുടെ വേദനകളും പ്രയാസങ്ങളും നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. ചിലർക്ക് നല്ല അസാധ്യമായ തലവേദന വരും, ചിലർക്ക് 4 മാസം നിൽക്കാതെ ഛർദിക്കുന്നതാണ്,
ചിലർക്ക് മീനിന്റെ സ്മെല്ല് കേൾക്കാൻ സാധിക്കുകയില്ല. ചില ആളുകൾക്ക് ഭർത്താവിനെ പോലും കാണാൻ പ്രയാസമായിരിക്കും. ചിലർക്ക് 4 മാസം. അങ്ങനെ ബുദ്ധിമുട്ടുകൾ, പല തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട് സഹോദരിമാർക്ക്. എന്നാൽ ആമിന ബീവി ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അത് ലോകം പടക്കാൻ കാരണദൂതരായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു സലാമുല്ലാഹ് അലാ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ സീൻ ഹബീബില്ലാഹ്. പ്രസവിച്ചു റബീഉൽ അവ്വൽ 12ന്റെ രാവ് തിങ്കളായോടടുക്കുന്ന സമയത്തിൽ സുബ്ഹാനല്ലാഹ് ഈ പ്രസവ വാർത്ത മക്ക മുഴുവനും അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയുടെ ഭാര്യ പ്രസവിച്ചു എന്നുള്ള വാർത്ത അറിയുകയാണ്. ഇതറിഞ്ഞതോടുകൂടെ എല്ലാവരും ഓടിയെത്തുകയാണ്. സുമുഖ സുന്ദരനായ ചോരവഞ്ഞുവാവ എല്ലാവരും കണ്ട് സന്തോഷിക്കുകയാണ്. ആമിന ബീവി ആ കുഞ്ഞ് പടച്ചുകൊണ്ട് മുലപ്പാൽ കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ വിവരം അറിഞ്ഞ പാട് അബ്ദുൽ മുത്തലിബ് കഅബയുടെ അരികിലേക്ക് ഓടുകയാണ്. കഅബയുടെ തൊട്ടരികിലാണ് നബി തങ്ങളുടെ വീടുണ്ടായിരുന്നത്. വീട് കഴിഞ്ഞ് അപ്പുറത്താണ് നബി തങ്ങളുടെ വീടുള്ളത്. ആ വീട്ടിൽ വെച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് എന്ന നബി തങ്ങളുടെ വല്യപ്പ നേരെ ഓടുകയാണ് കഅബയിലേക്ക്. എന്നിട്ട് കഅബയുടെ ചുമരിന്റെ അരികിൽ വെച്ചുകൊണ്ട് ആ സമയത്തിൽ അല്ലാഹുവിനോട് ാണ്. സുബ്ഹാനല്ലാഹ്. പിന്നീട് അബ്ദുൽ മുത്തലിബ് മക്കയിലെ എല്ലാ മനുഷ്യന്മാരെയും വിളിച്ചു വരുത്തുകയാണ്. എന്തിനാ വിളിക്കുന്നതെന്നറിയോ? മകന്റെ മുടി കളയാൻ, അറവ് നടത്താൻ, പേര് വെക്കാൻ. നബിതങ്ങളുടെ പേര്, നബിതങ്ങളുടെ അറവ്, നബിതങ്ങളുടെ മുടി കളഞ്ഞത് 7ന്റെ അന്നാണ്. പഴയ കാലത്ത് അങ്ങനെ ഒരു ചര്യ ഉണ്ടായിരുന്നു. ആ ചര്യ ഇപ്പോഴുമുണ്ട്. അത് സുന്നത്തുമാണ്. മനസ്സിലായില്ലേ? ഒരു അറവ് നടത്തുക, മുടി കളയുക. അതുപോലെ എന്താണ് പേര്? മുഹമ്മദ് എന്നാണ്. ആ സമയത്തിലാണ് ഖുറൈശികൾ ചോദിച്ചു പോയത്, അല്ലയോ അബ്ദുൽ മുത്തലിബേ, അബ്ദു മനാഫ് അവരുടെ പിതാവായ ഖസ്വാ, അവരുടെ പിതാവായ കിലാബ്, മുറ അവരുടെ പിതാവായ കഅബ്, ഈ കൂട്ടത്തിൽ ആരുടെയും പേരിൽ മുഹമ്മദ് എന്നില്ലല്ലോ. ലക്ഷക്കണക്കിന് പ്രവാചകന്മാര് 34,000 വരുന്ന അംബിയാ മുർസലീങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അവർക്കാർക്കും മുഹമ്മദ് എന്ന പേരില്ലല്ലോ. നാട്ടിൽ പൗരപ്രമാണിമാരായ ഒരുപാട് കാരണവന്മാരല്ലോ. അവർക്കാർക്കും അബ്ദുൽ മുത്തലിബേ മുഹമ്മദ് എന്ന നാമമില്ലല്ലോ. അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്, ഈ പേരിനെ ഞാൻ എന്റെ കഅബയുടെ രക്ഷിതാവ് എനിക്ക് തോന്നിപ്പിച്ചു തന്നതാണ്. ഇത് ഞാൻ ജനങ്ങളുടെ സ്തുതി ഇവന്റെ മേലിൽ ഉണ്ടാവണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ പേര് വെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് എന്ന പേര് വിളിക്കുകയാണ്. ആ സമയത്തിലാണ് സുബ്ഹാനല്ലാഹ് അന്ന് പേര് വിളിച്ചു, മുടി കളഞ്ഞു, അറവ് നടത്തുകയാണ്. പിന്നെയാണ് നബി തങ്ങളുടെ ആ കുഞ്ഞുമോൻ ഹബീബ നബി തങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി പെണ്ണുങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. നോക്കണേ, നബി തങ്ങൾക്ക് മുലപ്പാൽ കൊടുത്തത് 4 സ്ത്രീകളാണ്. നബിതങ്ങൾക്ക് മുലപ്പാൽ കൊടുത്തത് 4 സ്ത്രീകളാണ്. ആ 4 സ്ത്രീകൾ എത്ര ഭാഗ്യവാന്മാരാണ്. ആലോചിച്ച് നോക്കിയാണ്. ആ 4 സ്ത്രീകൾ എത്ര മഹത്വമുള്ളവരാണ്. ആരൊക്കെയാണ് ആ 4 സ്ത്രീകൾ എന്നറിയോ? ഒന്ന് നബി തങ്ങളുടെ പ്രിയപ്പെട്ട മാതാവ് ആമിന ബീവി റളിയല്ലാഹു അൻഹ തന്നെയാണ്. രണ്ടാമത്തത് നമ്മൾ ഖുർആൻ ഓതുമ്പോ വിശുദ്ധമായ ഖുർആനിലെ 110ാമത്തെ സൂറത്തുണ്ടല്ലോ, ഇത് തബ്ബത് യദാ അബീ ലഹബ്, അബൂലഹബിന്റെ 2 കരങ്ങളും നശിച്ചു പോകട്ടെ എന്ന് ആക്ഷേപിച്ച ഒരാളാണല്ലോ ആര്? അബൂലഹബ്. ആ അബൂലഹബിന്റെ ഒരു അടിമയായ പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിന്റെ പേരാണ് സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയപ്പെടുന്ന പെണ്ണ്. ആ പെണ്ണാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവ് ആമിന ആരോട്? അബൂലഹബിനോട് പറഞ്ഞു കൊടുക്കുന്നത്. അന്നാണ് അബൂലഹബ് ഈ വാർത്ത കേട്ടപ്പോ അബൂലഹബ് ഈ പെണ്ണിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. നിന്റെ സഹോദരനായ അബ്ദുള്ളയുടെ
ഭാര്യ പ്രസവിച്ചു എന്നുള്ള വാർത്ത നീ എന്നോട് ആദ്യം പറഞ്ഞ കാരണത്താൽ ഞാൻ നിന്നെ മോചിപ്പിച്ചിരിക്കുന്നു. നബിതങ്ങളുടെ ജന്മദിന സന്തോഷം വന്ന് നബിതങ്ങൾ ജനിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോ ആ പെണ്ണിനെ മോചിപ്പിച്ച കാരണത്താൽ അബൂലഹബിന് അല്ലാഹു കൊടുത്തതെന്താണെന്നറിയോ? ഖുർആൻ ആക്ഷേപ സ്വരത്തിൽ പറഞ്ഞ അബൂലഹബിന് അല്ലാഹു കൊടുക്കുന്നത് അവന്റെ ഖബറിൽ എല്ലാ തിങ്കളാഴ്ചയിലും അവന്റെ വിരലുകൾക്കിടയിലൂടെ ഒരു ദാഹജലം അല്ലാഹു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിന്റെ പേരിൽ? നബിതങ്ങളുടെ ജന്മദിനത്തിന് സന്തോഷിച്ചതിന്റെ പേരിൽ. സുബ്ഹാനല്ലാഹ്. ആർക്ക്? നരക ശിക്ഷ കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആക്ഷേപിച്ച അബൂലഹബിന്. ആ അടിമപ്പെണ്ണുണ്ടല്ലോ, ആ അടിമപ്പെണ്ണാണ് ഒരാള് കൊല കൊടുത്തത്. രണ്ടാമത്തെ ആളവളാണ്. മൂന്നാമത്തെ ആൾ ആരെന്നറിയോ? സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തെ ആള് പിന്നെ നമ്മളെ ഈ ഹജ്ബലി എന്ന് പറയപ്പെടുന്ന ഒരു വംശത്തിലുള്ള ഒരു സഹോദരി. ആ സഹോദരിയാണ് മൂന്നാമത്തെ പെണ്ണ്. നാലാമത്തെ പെണ്ണാണ് മഹദിയായ ഹലീമ ബീവി റളിയല്ലാഹു അൻഹാ. ഹലീമ ബീവി എന്ന് പറയുന്നത് അബൂ ദുഹൈബ് എന്നവരുടെ മകളാണ്. ഒരു പാവപ്പെട്ട കുടുംബക്കാരനാണ്. ഞാനാണ് ഹലീമയുടെ വാപ്പയുടെ പേര് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അബൂ ദുഹൈബ് എന്ന് പറഞ്ഞാൽ പച്ചപ്പാവമാണ്. അവരുടെ മകളും ഒരു സാധുവാണ്. ആ സാധുവായ പെണ്ണാണ് അവസാനമായി നബി തങ്ങളുടെ മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. നബി തങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ ആരും മുൻപന്തിയിൽ നിന്നിരുന്നില്ല, ആരും മുന്നിട്ടിറങ്ങിയിരുന്നില്ല. കാരണം എന്തെന്നറിയോ? ഈ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്താൽ വേണ്ടതുപോലെ കാശ് ലഭിക്കൂല. കാരണം ഈ കുട്ടി ഒരു യതീമാണ്. അതിന്റെ പേരിൽ ആരും കൊണ്ടുപോകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുപോയാലൊക്കെ കൊണ്ട് വെച്ചു കൊടുക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. അവസാനം കൊണ്ടുപോയ പെണ്ണാണ് മഹദിയായ ഹലീമ ബീവി റളിയല്ലാഹു അൻഹാ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് ഈ ചോരവാവയെ ആമിന ബീവിയിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് മുലപ്പാൽ കൊടുക്കാൻ ഹലീമയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഉണങ്ങിയ ഈത്തപ്പന മരത്തിന്റെ ഇടയിലൂടെ കൊണ്ടുപോകുമ്പോ ആ ഈത്തപ്പന മരങ്ങൾ മുഴുവനും കുലച്ചു ചാടുകയാണ്. സുബ്ഹാനല്ലാഹ്. വീട്ടിലേക്ക് വന്നപ്പോ കറവ് പറ്റിയ ആടുകൾ മുഴുവനും അകടുകൾ വീർത്തുകൊണ്ട് പാല് മടങ്ങി വന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അവരുടെ വീട്ടിലുണ്ടായിരുന്ന ഈത്തപ്പന മരങ്ങൾ മുഴുവനും കുലച്ചു ചാടുകയാണ്. ഒരുപാട് അൽമാ ബീവിയുടെ അരികിൽ നിന്നുണ്ടായത് അവിടെ വെച്ചുകൊണ്ടാണ് നബി തങ്ങളുടെ നെഞ്ചിനെ പിളർത്തിയത്. ജിബ്രീൽ അലൈഹിസ്സലാമും മീകായിൽ നബി തങ്ങളെ മലർത്തിക്കടത്തിയിട്ട് നെഞ്ച് കീറിയത് ഹലീമ ബീവിയുടെ വീട്ടിൽ വെച്ചുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. അത്ഭുതങ്ങളാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത്ഭുതങ്ങളാണല്ലോ, അത്ഭുതങ്ങളാണ്. എവിടെ വെച്ചുകൊണ്ട് നടന്നത്? ഈ അവരെ മുലപ്പാൽ കൊടുത്ത ആമി വീട്ടിലാണെങ്കിലും ഹലീമ ബീവിയുടെ വീട്ടിലാണെങ്കിലും അബൂലഹബിന്റെ അടിമയുടെ വീട്ടിലാണെങ്കിലും ബനൂ സഅദ് ഗോത്രത്തിൽപ്പെട്ട ആ സഹോദരിയുടെ വീട്ടിലാണെങ്കിലും അത്ഭുതങ്ങളാണ്. ഏതായിരുന്നാലും അങ്ങനെ 4-ാം വയസ്സ് വരെയാണ് ഹലീമ ബീവി കുഞ്ഞുവാവയെ പോറ്റി വളർത്തുന്നത്. 4-ാമത്തെ വയസ്സായപ്പോ ഹലീമ ബീവി മാതാവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ബീവി റളിയല്ലാഹു അൻഹാ. പിന്നെ ആമിന ബീവി അങ്ങ് പോറ്റുകയാണ്. അങ്ങനെ 6-ാമത്തെ വയസ്സെത്തിയപ്പോ ഹലീമ ബീവി ആമിന ബീവി റളിയല്ലാഹു അൻഹ ചിന്തിച്ചു, മദീനയിൽ കുടുംബങ്ങളുണ്ടല്ലോ, ആ കുടുംബങ്ങളൊന്ന് കാണാൻ മദീനത്തേക്ക് പോകുക. അങ്ങനെ 6 വയസ്സുള്ള മുഹമ്മദിനെയും കൂട്ടിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാവും ഒരു പെണ്ണും കൂടെ മദീനയിലേക്ക് യാത്ര പോകുകയാണ്. മദീനയിലെത്തിയപ്പോഴാണ് ജൂതന്മാര് മുഹമ്മദിനെ കാണുന്നത്. നല്ല സുമുഖനായ ഒരു കുഞ്ഞുവാവ, കാണാൻ നല്ല ചന്തമുള്ള കുഞ്ഞുവാവ. നബിതങ്ങളെ കാണാൻ നല്ല രസമാണ്, മനോഹരമാണ്, നല്ല സുന്ദരനാണ്. ആരും ഒരു നോക്ക് കണ്ടാൽ കണ്ണെടുക്കാത്ത വിധം നല്ല രസമാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ.
നല്ല വിശാലമായ നെറ്റിത്തടമാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത്. നബി തങ്ങളുടെ കണ്ണിന്റെ പിരികയുണ്ടല്ലോ വില്ല് പോലെ വളഞ്ഞതായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വില്ല് നമ്മളതൊക്കെ അതിലില്ലാത്ത പറമ്പ് നോക്കിയ മാതിരിയാ നമ്മുടെതൊക്കെ. നബി തങ്ങളുടേത് നല്ല വില്ല് പോലെ വളഞ്ഞതായിരുന്നു. ഹബീബായ നബി തങ്ങളുടെ കൺപോള, കണ്ണിന്റെ ഈ ഭാഗമുണ്ടല്ലോ ഇത് നീളമുള്ളതായിരുന്നു, നമ്മകൂടെ കീറിയതായിരുന്നു. ഇവിടെ കുറച്ചുകൂടെ കീറലുണ്ടായിരുന്നു. ഹബീബായ നബി തങ്ങളുടെ കൺപോളയുടെ മുകളിലുള്ള കൺപിരികയുണ്ടല്ലോ ഇതിനെന്താ അറിയില്ലേ, പുരികം. ഈ സാധനം അത് നീളമുള്ളതായിരുന്നു, നല്ല നീളമുണ്ടായിരുന്നു, നല്ല കറുത്തതായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതിന്റെ മുകളിലുള്ള ഈ കാണുന്ന സാധനമുള്ള കൺപിരികം, ആ പിരികമോ വളഞ്ഞ വില്ല് പോലെ. എന്നിട്ട് നെറ്റിയുടെ നടുഭാഗത്തിലേക്കും കൂട്ടിമുട്ടി നിൽക്കൂല, കുറച്ച് ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലൂടെ ഒരു നരം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ലൊരു നരമ്പുണ്ടായിരുന്നു. ആ നരമ്പ് കാണാൻ നല്ല രസമായിരുന്നു. ആ നരമ്പ് നബി തങ്ങൾക്ക് കോപം വരുമ്പോ അതിങ്ങനെ വീർക്കുമായിരുന്നു. ആ നരമ്പ് വീർക്കുമ്പോഴാണ് സ്വഹാബത്ത് പറയാറുള്ളത്, നബി തങ്ങൾ എന്തോ ഒരു ദേഷ്യം പിടിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് കോപം വല്ലതും, നബി തങ്ങൾ ദേഷ്യം പിടിക്കുന്നുണ്ട്, നബി തങ്ങൾക്ക് എന്തോ ഒരു പ്രയാസമുണ്ട് എന്നൊക്കെ സ്വഹാബത്ത് പറയാറുണ്ടായിരുന്നത് അങ്ങനെയാണ്. ഏതായിരുന്നാലും അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 6ാമത്തെ വയസ്സിൽ മദീനയിൽ നിൽക്കുകയാണ്. ഈ കുട്ടിനെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു അത്ഭുതം തോന്നുന്നല്ലോ. സുറുമയിട്ടിട്ടില്ല, എന്നാലും സുറുമയിട്ടതുപോലെയാണ്. വലദത്തുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ ഫിൽ ഖബരി സ്വഹീഹിൽ. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്. സുറുമയിട്ടതുപോലെ കണ്ടടങ്ങളാണ്. ചെസ്റ്റുകളോ നല്ല വീതിയുള്ള ചെസ്റ്റാണ്. അവരുടെ നെഞ്ചും വയറും സമമാണ്. നല്ല കാണാൻ നല്ല രസമാണ് ഹബീബിൻ്റെത് സല്ലല്ലാഹു അലൈഹി വസല്ലം. 6 വയസ്സുള്ള ഈ കുഞ്ഞുവാവയെ മദീനക്കാര് ചോദിച്ചു പോയി, അല്ല മോനെ നിന്റെ പേരെന്താണ്? സത്യസന്ധനായ ഈ കുഞ്ഞുമോൻ പറഞ്ഞെന്റെ പേര് മുഹമ്മദാണ്. ജൂതന്മാർ കണ്ണു തുറന്നുപോയി. കാരണം അവരുടെ ഗ്രന്ഥത്തിൽ ഉണ്ട്, അവസാനിക്കാൻ പോകുമ്പോ മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന ആൾ ഈ ഭൂമി ലോകത്തിലേക്ക് കടന്നു വരും. അവൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ പ്രമാണിത്വവും അവസാനിക്കും. സുബ്ഹാനല്ലാഹ്. മുഹമ്മദ് എന്ന് കേട്ടപ്പോ അവര് ചോദിച്ചു, നിന്റെ പിതാവ് ആരാണ്? ജൂതന്മാര് ചോദിച്ചു, ആ പിതാവ് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? കുട്ടി പറഞ്ഞില്ല, മരണപ്പെട്ടു പോയി. ഈ കുട്ടിയോട് ജൂതന്മാര് ചോദിച്ചു, നിന്റെ മാതാവാരാൻ? ആമിനയാണ്. നിന്റെ ഗോത്രമേതാൻ? ഹാഷിമാണ്. നിന്റെ വല്യപ്പയാരാൻ? അബ്ദുൽ മുത്തലിബാണ്. അവരുടെ പിതാവാരാൻ? ഹാഷിമാണ്. അവരുടെ പിതാവാരാൻ? അബ്ബാണ്. ഇതെല്ലാം കേട്ടപ്പോ ജൂതന്മാർ അത്ഭുതപ്പെട്ടു. അവരെല്ലാവരും ഒരു യോഗം ചേർന്നു മുഹമ്മദിനെ കൊല്ലാൻ. 6 വയസ്സുള്ള മുഹമ്മദ് മുസ്തഫാനെ കൊല്ലാൻ. ഈ വാർത്തയാണ് ആമിന ബീവി അറിയുന്നത്. വേണ്ടി ജൂതന്മാര് തുനിയുന്നുണ്ട്. ഏതുമ്മാക്കാണ് പിന്നെ സഹിക്കുക? മക്കളെ കൊല്ലാൻ നോക്കുന്നു എന്ന് പറയുമ്പോ ഏത് മാതാവിനാണ് സഹികെട്ടിട്ടാണ് മദീനയിൽ നിന്ന് ആമിന ബീവി റളിയല്ലാഹു അൻഹാ മക്കയിലേക്ക് തന്നെ മടങ്ങി പോരുന്നത്? ആ പോരുന്ന വഴിയിൽ വെച്ചുകൊണ്ടാണ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിൽ വെച്ചുകൊണ്ട് പനി ബാധിക്കുന്നത്. അപവാകിൽ വെച്ചുകൊണ്ട് പനി വല്ലാതെ മൂർച്ഛിക്കുകയാണ്. 6 വയസ്സായ പുള്ളായി തങ്ങളുടെ സ്വന്തം ഉമ്മച്ചിയാകുന്ന ആമിന ബീവി ലോകത്തോട് വിട പറഞ്ഞു പോകുകയാണ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നു മാതാവ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുകയാണ്. പിന്നീടാണ് ഹലീമ ബീവി റളിയല്ലാഹു അല്ല ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ ഉണ്ടായിരുന്ന സഹോദരി ഈ കൂട്ടിയിട്ട് എവിടേക്ക് പോകുന്നത്? മക്കത്തേക്ക് മടങ്ങി വരുന്നത്. ഉമ്മയുടെ ഖബർ അവിടെ ബവാഖിലാണ്.
ഈ കുഞ്ഞുമോനെയും കൂട്ടിയിട്ട് മക്കയിലേക്ക് മടങ്ങി വരികയാണ്. മക്കത്തേക്ക് വന്നിട്ട് ഈ കുഞ്ഞിനെ ആരുടെ കയ്യിലേൽപ്പിച്ചു? വല്യപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അബ്ദുൽ മുത്തലിബിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ അബ്ദുൽ മുത്തലിബാണ് പിന്നെ പോറ്റി വളർത്തുന്നത്. വല്യപ്പയായ അബ്ദുൽ മുത്തലിബ് 8 മാസവും 8 വർഷവും 2 മാസവും 10 ദിവസവും കഴിഞ്ഞപ്പോ വല്യപ്പയും ലോകത്തോട് വിട പറഞ്ഞു പോകുകയാണ്. സുബ്ഹാനല്ലാഹ്. 6-ാം വയസ്സിൽ മാതാവ് മരണപ്പെട്ടു. 8-ാമത്തെ വയസ്സെത്തിയപ്പോ സ്വന്തം വല്യപ്പയായ അബ്ദുൽ മുത്തലിബും ലോകത്തോട് വിട പറയുകയാണ്. അന്ന് നബി തങ്ങളുടെ വയസ്സ് 8 വയസ്സും 2 മാസവും പിന്നെ 10 ദിവസവുമാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പിന്നെ അബൂ ത്വാലിബ് അബ്ദുൽ മുത്തലിബ് ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ അബ്ദുൽ മുത്തലിബ് എന്ന വല്യപ്പ അബൂ ത്വാലിബ് എന്ന നബി തങ്ങളുടെ വാപ്പയുടെ സഹോദരനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മോനെ, ഈ കുട്ടിനെ നോക്കണം. ഇത് നിന്റെ സഹോദരനായ അബ്ദുള്ളയുടെ മകനാണ്. ഈ കുട്ടിനെ നീ നല്ലതുപോലെ നോക്കണം. ഈ കുട്ടിക്കൊരു പ്രയാസം ഉണ്ടാകരുത്. ഈ കുട്ടിക്കൊരു വിഷമം വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ അബ്ദുൽ മുത്തലിബ് എന്ന വല്യപ്പ അബൂ ത്വാലിബ് എന്ന വാപ്പയുടെ സഹോദരനെ നോക്കാൻ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ മരണപ്പെട്ടു പോയി 8-ാമത്തെ വയസ്സിൽ. 8 വയസ്സും 2 മാസവും 10 ദിവസവും ഉള്ളപ്പോ. സുബ്ഹാനല്ലാഹ്. പിന്നെ നോക്കുന്നത് അബൂ ത്വാലിബാണ്. ആ അബൂ ത്വാലിബ് നോക്കുന്നതിന്റെ ഇടയിലാണ് 12-ാമത്തെ വയസ്സെത്തിയപ്പോ, അതായത് 8 വയസ്സ് കഴിഞ്ഞ് 9, 10, 11, 12, 12-ാമത്തെ വയസ്സെത്തിയപ്പോ അബൂ ത്വാലിബ് കച്ചവടാവശ്യാർത്ഥം ഷാമിലേക്ക് പോകുകയാണ്. ഷാമിലേക്ക് പോകുമ്പോ 12 വയസ്സുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന സഹോദരന്റെ മകനായ വാപ്പയില്ലാത്ത, ഉമ്മയില്ലാത്ത, വല്യമ്മയില്ലാത്ത, ആരാരും കൂടെ കളിക്കാൻ ഒരാളും, ഒരു സഹോദരൻ പോലും ഇല്ലാത്ത, ഒരു പെങ്ങൾ പോലും ഇല്ലാത്ത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബൂ ത്വാലിബ് ഷാമിലേക്ക് കൊണ്ടുപോകുകയാണ് 12-ാമത്തെ വയസ്സിൽ. അങ്ങനെ ഷാമിലെ ബുസ്റ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിൽ എത്തി. രണ്ടുപേരും അവിടെ താമസമുറപ്പിച്ചു. കച്ചവടം ചെയ്യാൻ വേണ്ടി തീരുമാനങ്ങൾ എടുത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് ഷാമിലുള്ള ജൂതന്മാരി വിവരമറിയുന്നത്. സുബ്ഹാനല്ലാഹ്. മദീനത്തുനിന്നൊരു വട്ടം മാറ്റിവിട്ടതാണ്. രണ്ടാമത്തത്, ഷാമിലുള്ള ജൂതന്മാരി വിവരമറിയും. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരാണ്? ജൂതന്മാർ മാത്രമാണ്. അല്ലാഹുവേ, അവരുടെ ശത്രുതയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആലോചിച്ചു നോക്കണം. ആ അബൂ ത്വാലിബ് ഷാമിലേക്ക് പോയി. ഷാമിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജൂതന്മാർ യോഗം കൂടുന്നത്. 12 വയസ്സായ മുഹമ്മദ് എന്ന കുഞ്ഞുമോൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അവനെ ജീവിക്കാൻ അനുവദിക്കരുത്, അവനെ കൊല ചെയ്യണം. ഈ വാർത്തയാണ് ബഹീറാഖ് എന്ന് പറയപ്പെടുന്ന ഒരു സഹോദരന് ഈ വിഷയം അറിയുന്നത്. നേരെ അബൂ ത്വാലിബിനെ വിളിച്ചുകൊണ്ട് പറയാൻ, മുഹമ്മദിനെയും കൂട്ടിയിട്ട് നാട് വിട്ടോ, ഇല്ലെങ്കിൽ മുഹമ്മദിനെ കൊല്ലാൻ സാധ്യതയുണ്ട്. ഇത് കേട്ടപ്പോഴാണ് അബൂ ത്വാലിബ് വിഷമിച്ചു പോയത്. വാപ്പിയും വല്യാപ്പിയും ഇല്ലാത്ത, വല്യമ്മയും ഇല്ലാത്ത, ആരാരും ഇല്ലാത്ത മുഹമ്മദിന്റെ കൈ പിടിച്ചുകൊണ്ട് അബൂ ത്വാലിബ് പറയാ, മോനെ, ഇവിടെ നിൽക്കാൻ കഴിയൂല. ഷാമിൽ നിന്ന് വീണ്ടും മക്കയിലേക്ക് തന്നെ മടങ്ങുക. മക്കയിലേക്ക് തന്നെ മടങ്ങിപ്പോകുകയാണ്. പിന്നെ നബി തങ്ങൾ അവിടെ വളരുകയാണ്. മക്കയിൽ പോയി. ആ മക്കയിൽ വളരുന്നതിന്റെ ഇടയിലാണ് 13, 14, 15-ാമത്തെ വയസ്സെത്തിയപ്പോ അവിടെ ഒരു വലിയ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധമാണ് ഫുജാർ യുദ്ധം എന്ന് പറയപ്പെടുന്നത്. യുദ്ധത്തിന്റെ പേരാ ഫുജാർ യുദ്ധം. ആ യുദ്ധത്തിന്റെ പേരിൽ ഒരു കലണ്ടർ ഉണ്ടായിരുന്നു. ആ കലണ്ടറിന്റെ അടിസ്ഥാനത്തിലാണ്, ഫുജാർ കലണ്ടറാണ് നബി തങ്ങളുടെ മരണം വരെ ഉണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫുജാർ കലണ്ടർ മാറ്റുന്നത് ഹിജ്റയുടെ 17-ാമത്തെ വർഷത്തിലാണ്. ഫുജാർ കലണ്ടർ മാറ്റുന്നത് അതായത് ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ഭരണകാലത്ത്. ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ഭരണകാലത്താണ് ഹിജ്റ കലണ്ടർ കൊണ്ടുവരുന്നത്. നബി തങ്ങളുടെ കാലത്ത് ഹിജ്റ കലണ്ടർ ഇല്ല, ഫുജാർ കലണ്ടർ ആയിരുന്നു. ആ ഫുജാർ യുദ്ധം നടക്കുന്നത് നബി തങ്ങളുടെ 15-ാമത്തെ വയസ്സിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. പിന്നെയാണ് ആ യുദ്ധത്തിലാണ് മുഹമ്മദ് മുസ്തഫാന്റെ കഴിവുകൾ ജനങ്ങൾ അറിയുന്നത്. സൗമ്യമായ ഇടപെടലുകൾ, വളരെ ലളിതമായ സംസാരം,
നല്ല പക്വതയാർന്ന പ്രവർത്തനങ്ങൾ, നല്ല സുന്ദരമായ ആ ഒരു ശൈലിയും പക്വതയും ജനങ്ങൾ കണ്ടുകൊണ്ട് ഇതൊരു സാധാരണ കുട്ടിയല്ല എന്നെല്ലാവരും ചിന്തിക്കുകയാണ്. അങ്ങനെ 16, 17, 18 വയസ്സ്, 19, 20, 21, 22, 23, 24 വയസ്സെത്തിയപ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. എന്താണ്? എന്റെ കച്ചവട വസ്തുവുമായി ഷാമിലേക്ക് പോകാൻ ആരാണോ ആഗ്രഹമുള്ളത് അവരെന്റെ അരികിലേക്ക് കടന്നു വരണം. ഷാമിലേക്ക് എന്റെ കച്ചവട വസ്തുക്കൾ കൊണ്ടുപോകാനുണ്ട്. ആരാണ്? ഖദീജ. നാൽപ്പരിയാണ് ഖദീജ. നല്ല ധനാഢ്യയായ പെണ്ണാണ്, നല്ല സുന്ദരിയായ പെണ്ണാണ് ഖദീജ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്, കച്ചവടാവശ്യാർത്ഥം പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആരാ ആഗ്രഹമുള്ളത്? ആരാ കൊണ്ടുപോകാനുള്ളത് എന്നെല്ലാം ചോദിച്ചപ്പോ എല്ലാവരും പറഞ്ഞു ഞങ്ങളുണ്ട്, ഇന്നാലിന്ന ആളുകളുണ്ടെന്നൊക്കെ പറഞ്ഞു. ഏതായിരുന്നാലും ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മഹദിയായ ഖദീജയുടെ കച്ചവട വസ്തുക്കളുമായി ഖദീജയുടെ അടിമയായ മൈസറത്തുണ്ട്. ആ മൈസറത്തിന്റെ കൂടെ ഷാമിലേക്ക് യാത്ര പോകുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ യാത്ര ഖദീജയുടെ കച്ചവട വസ്തുവുമായിട്ടുള്ള യാത്രയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്ക് പഠിക്കണം ഇൻഷാ അല്ലാഹ്. ഇത് നമ്മൾ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഓരോന്ന് മനസ്സിലാക്കുമ്പോ നബി തങ്ങളുടെ ഏകദേശ രീതി ശൈലി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയാണ് ഷാമിൽ കച്ചവടത്തിന് പോയി, അവിടെ കച്ചവടം ചെയ്തു. എല്ലാ വസ്തുക്കളും വേഗത്തിൽ തന്നെ വിൽപ്പന നടത്തുകയാണ്. പിന്നീടാണ് മൈസറത്ത് ഖദീജയോട് വന്നിട്ട് കാര്യം പറയുന്നത്. ഇന്ന് നമ്മുടെ കൂടെ കച്ചവടത്തിന് വന്ന മുഹമ്മദ് ഉണ്ടല്ലോ, അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ്, ആമിനയുടെ മകനായ മുഹമ്മദ്, ഹാഷിം ഗോത്രത്തിൽപ്പെട്ട മുഹമ്മദ്, ആ മുഹമ്മദ് ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു സാധാരണ മനുഷ്യനല്ല. കാരണം ഷാമിലേക്ക് യാത്ര പോകുമ്പോ ഒരുപാട് അത്ഭുതങ്ങൾ മൈസറത്ത് കണ്ടിട്ടുണ്ട്. ഈ കണ്ട അത്ഭുതങ്ങളെല്ലാം ഖദീജയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിലേക്ക് മുഹമ്മദ് മുസ്തഫാനോട് ഒരു പ്രണയം വരുന്നത്, ഒരു പ്രേമം വരുന്നത്. സുബ്ഹാനല്ലാഹ്. കാണാൻ നല്ല സുമുഖൻ, 25 വയസ്സുകാരൻ, ആരോഗ്യവാൻ. ഖദീജ ബീവി വയസ്സത്തിയാണെങ്കിലും കാണാൻ നല്ല രസമുണ്ട്, നല്ല സുമുഖിയാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല പക്വതയുണ്ട്, നല്ല കച്ചവടക്കാരിയാണ്. പക്ഷേ ഖദീജ നോക്കുന്നത് വെറും സൗന്ദര്യത്തിലേക്ക് മാത്രമല്ല, മുഹമ്മദിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. ഖദീജ ബീവിയാകട്ടെ 2 കല്യാണം അതിന്റെ മുമ്പ് കഴിച്ചിട്ടുണ്ട്, 2 കല്യാണങ്ങൾ നടത്തിയിട്ടുണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാക്ക്. ആദ്യത്തെ ഭർത്താവ് മരിച്ചുപോയി, രണ്ടാമത്തെ ഭർത്താവ് ഖദീജ ബീവി ആഗ്രഹിച്ചതുപോലെയുള്ള സ്നേഹങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് രണ്ടാമത്തെ ഭർത്താവിനെ ഉപേക്ഷിച്ചു. 2 ആൺമക്കൾ, ഒരു പെണ്ണും ഉണ്ടായിരുന്നു ഖദീജ ബീവിക്ക്. അവരെ നോക്കിയിട്ട് ഇങ്ങനെ നല്ലതുപോലെ പോകാമെന്ന് തീരുമാനിക്കുന്നതിന്റെ ഇടയിലാണ് മുഹമ്മദ് മുസ്തഫാനെ സംബന്ധിച്ചറിയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാനെ നബി തങ്ങൾ കല്യാണം കഴിച്ചപ്പോ ഖദീജ ബീവി വഫാത്താകുന്നത് വരെ നബി തങ്ങൾ വേറെ ഒരു കല്യാണം നടത്തിയിരുന്നില്ല, വേറൊരു വിവാഹം നടത്തിയിരുന്നില്ല. ഖദീജ ബീവി വഫാത്താകുന്നത് നബി തങ്ങളുടെ നുബുവത്ത് കിട്ടി 10 വർഷം കഴിഞ്ഞ്, അതായത് നബി തങ്ങളുടെ 50ാമത്തെ വയസ്സിലാണ്. അതായത് നബി തങ്ങളുടെ 50ാമത്തെ വയസ്സെന്ന് പറയുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ 68 അങ്ങനെ വയസ്സുള്ള സമയത്തിലാണ് ഖദീജ ബീവി വഫാത്താകുന്നത് ഒരു റമളാനിലെ 10ാമത്തെ നോമ്പിന്റെ അന്നാണ്. അന്ന് നോമ്പില്ല, റമളാൻ 10ന്റെ അന്നാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. ഖദീജ ബീവി ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോഴാണ് പിന്നീട് നബി തങ്ങൾ ആരെ കെട്ടുന്നത്? മഹാനായ മഹദിയായ സൗദ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നത്. സൗദ ബീവി വഫാത്താകുന്നതോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഭരണകാലത്താണ്. സൗദാ ബീവിയുടെ വയസ്സ് 55 വയസ്സാണ്. സൗദാ ബീവി സംആ എന്ന് പറയപ്പെടുന്ന സഹോദരന്റെ മകളാണ്. നല്ല പെണ്ണായിരുന്നു സൗദാ ബീവി റളിയല്ലാഹു അൻഹാ. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെ വല്യമ്മയാണ് സൗദാ.
അല്ലാഹുവേ ഖൈർ നൽകണേ അല്ലാ. നബി തങ്ങളുടെ ഖദീജ മരണപ്പെട്ടപ്പോ നബി തങ്ങൾ കല്യാണാണ് സൗദാ ബീവി റളിയല്ലാഹു അൻഹ. പിന്നീടാണ് നബി തങ്ങൾ ആരെ കല്യാണം കഴിക്കുന്നത്? 7 വയസ്സുകാരിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നത്. ആയിഷ ബീവിനെ കല്യാണം കഴിച്ചത് എന്തിനാണെന്നറിയോ? അന്ന് നബി തങ്ങളുടെ വയസ്സ് 52 വയസ്സാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം 52 വയസ്സുള്ള ഈ വല്ലിപ്പയുടെ വയസ്സുള്ള ഈ മുഹമ്മദ് മുസ്തഫ തങ്ങൾ 7 വയസ്സുള്ള ആയിഷ ബീവിയെ കല്യാണം കഴിക്കുന്നത് അത് നബി തങ്ങളുടെ സ്വയ തീരുമാന പ്രകാരമല്ല, രാജാതിരാജനായ അല്ലാഹുവിന്റെ തീരുമാന പ്രകാരമാണ്. അത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുമായി ബന്ധം ഊട്ടി ഉറപ്പിക്കാനുള്ളതായിരുന്നു. സുബ്ഹാനല്ലാഹ്. 7ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. 7ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച ആയിഷ ബീവിയുമായി വീട്ടു കൂടുന്നത് 9ാമത്തെ വയസ്സിലാണ്. പിന്നീട് നബി തങ്ങൾ വഫാത്താകുമ്പോ ആയിഷ ബീവിക്ക് 19 വയസ്സാണ്. ആ ആയിഷ ബീവിയുടെ മാറിലിന്റെ ഇവിടത്തിലെ നെഞ്ചിന്റെ ഭാഗത്തിലേക്ക് തല വെച്ചുകൊണ്ടാണ് 63 വയസ്സുകാരനായ ലോകം പടക്കാൻ കാരണദൂതനായ സ്വർഗത്തിന്റെ ചാവി, സ്വർഗത്തിന്റെ കവാടങ്ങളുടെ ചാവി, ലിവാഉൽ ഹംദ് എന്ന പതാകയുടെ ഉടമസ്ഥന് നാളെ മഹ്ശറാവൻ സഭയിൽ അവരുടെ കാൽ കീഴിലാണ് എല്ലാ പ്രവാചകന്മാരും, അവരുടെ കാൽ കീഴിലാണ് എല്ലാ ഉമ്മത്തീങ്ങളും. അവരാണ് സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്നവർ. ആ മനുഷ്യന് ലോകം പടക്കാൻ കാരണദൂതനായ നബി തങ്ങളെ ആയിഷ ബീവിയുടെ മാരണത്തിൽ കടന്നുകൊണ്ടാണ് ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. ആയിഷ ബീവിയുടെ കവിളത്ത് തട്ടിയിട്ടാണ് നബി തങ്ങൾ പറയുന്നത്, ആയിഷ മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയാണ് ആയിഷ. വലിയ ഭാഗ്യം ഉള്ള പെണ്ണാണ് ആയിഷ ബീവി. ആയിഷ ബീവിയാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മകൻ. ആയിഷ ബീവിയുടെ ആങ്ങള നബി തങ്ങൾ മരിക്കുമ്പോ അവിടെ ഉണ്ട്. ആ ആങ്ങളയുടെ പോക്കറ്റിൽ അറാഖിന്റെ കൊള്ളിക്കഷ്ണം കണ്ടപ്പോ നബി തങ്ങൾ ആംഗ്യം കാണിച്ചു. മരണവേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. നബി തങ്ങൾ ആംഗ്യം കാണിച്ചു. ഉടനെ തന്നെ ആങ്ങള ഈ അറാഖിന്റെ അടുത്ത് പെങ്ങൾ ആയിഷയുടെ കയ്യിൽ കൊടുത്തു. ആയിഷ ബീവി ചെയ്ത പണി എന്താണെന്നറിയോ? ബീവിയുടെ വായിൽ വെച്ചുകൊണ്ട് അത് ചവക്കുകയാണ്. എന്നിട്ട് അതിൽ ആയിഷ ബീവിയുടെ ഉമിനീർ ആക്കുകയാണ്. എന്തിനാണ്? ലോകത്തിന്റെ ഗുരുവിന്റെ ആമാശയത്തിൽ എന്റെ ഉമിനീരും കടക്കട്ടെ. ആയിഷ ബുദ്ധിമതിയാണ് ആയിഷ ബീവി. ഉമിനീരച്ചു, എന്നിട്ട് ചവച്ചരച്ചു, എന്നിട്ട് നബി തങ്ങളുടെ വായിലേക്ക് അതങ്ങ് വെച്ചു കൊടുക്കുകയാണ്. അത്രയും ഭാഗ്യം കിട്ടിയ പെണ്ണാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ആ ആയിഷ ബീവി വഫാത്താകുന്നത് 68ാമത്തെ വയസ്സിലാണ്. സുബ്ഹാനല്ലാഹ്. അവരുടെ ഖബറുള്ളത് വിശുദ്ധമായ ജന്നത്തുൽ ബഖീലാണ്. അല്ലാഹുവേ അവരോടൊന്നിച്ചിനി ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ. ഇതാണ് 3ാമത്തെ ഭാര്യ. 4ാമത്തെ ഭാര്യ നബി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. ഹിജ്റയുടെ 3ാമത്തെ വർഷമെന്ന് പറഞ്ഞാൽ മദീനയിലെത്തി 3 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് കല്യാണം കഴിക്കുന്നത്. ആരെ? 4ാമത്തെ ഭാര്യയാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മകളായ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹാ. ഹഫ്സ ബീവിയാണ് ഹിജ്റയുടെ 3ാമത്തെ കൊല്ലമാണ് അവരെ കല്യാണം കഴിക്കുന്നത്. ഹഫ്സ ബീവി ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ 45 വയസ്സാണ്. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹാ അവരും കടക്കുന്നത് ജന്നത്തുൽ ബഖീലാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ അഞ്ചാമത്തത് ഹുസൈമ എന്നവരുടെ മകൾ സൈനബ ബീവി റളിയല്ലാഹു അൻഹയാണ്. സൈനബ ബീവിയെ കല്യാണം കഴിച്ച ഹഫ്സ ബീവിയെ കല്യാണം കഴിച്ച അതേ വർഷത്തിൽ തന്നെയാണ്. ആ സൈനബ ബീവിയുടെ പേര് ഉമ്മുൽ മസാകീൻ, മാരുടെ ഉമ്മ എന്നാണ്. നല്ല ധനാഢ്യയായ പെണ്ണായിരുന്നു ആര്? സൈനബ ബീവി. പാവപ്പെട്ടവന് ഇങ്ങനെ കാശ് കൊടുക്കുന്ന ആളായിരുന്നു മഹദിയായ സൈനബ ബീവി റളിയല്ലാഹു അൻഹാ. ഉമ്മുൽ മസാകീൻ, മിസ്കിന്മാരുടെ ഉമ്മയായിരുന്നു. അവരെയാണ് 5ാമതായി കല്യാണം കഴിക്കുന്നത്.
അവര് നബിതങ്ങളുടെ കാലത്ത് തന്നെ അവർ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയവരാണ്. പിന്നെയോ ആറാമതായിട്ട് ഉമയ്യത്തിന്റെ മകളായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഹിജ്റയുടെ 4ാമത്തെ വർഷമാണ് അവരെ കല്യാണം കഴിക്കുന്നത്. ഹിജ്റയുടെ 4ാമത്തെ കൊല്ലം ശവ്വാൽ മാസത്തിലായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്, നബിതങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും വർഷം ജീവിച്ച പെണ്ണാണ് ഉമയ്യത്തിന്റെ മകളായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ. ഒരുപാട് ദിക്റുകൾ ഉമ്മു സലമ ബീവി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വയസ്സ് ജീവിച്ച ആളാണ് ഉമ്മു സലമ ബീവി. ഉമ്മു സലമ ബീവി വഫാത്താകുമ്പോ 84 വയസ്സാണ്. 84 വയസ്സ്. സുബ്ഹാനല്ലാഹ്, അവസാനം വഫാത്തായവരും ഉമ്മു സലമയാണ്, നബി തങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ. സുബ്ഹാനല്ലാഹ്, ഇതാണ് 6. 7ാമത്തത് ജഹ്ഷിന്റെ മകൾ സൈനബ ബീവിയാണ്. 7ാമത്തെ ഭാര്യ ജഹ്ഷിന്റെ മകൾ സൈനബ ബീവിയാണ്. അവരെ കല്യാണം കഴിക്കുന്നതും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകൾ ഹഫ്സ ബീവിയെ കല്യാണം കഴിക്കുന്ന അതേ വർഷത്തിൽ തന്നെയാണ്. പക്ഷേ ഈ സൈനബ ബീവി ആരെന്നറിയോ? ആയിഷ ബീവിയോട് കിടപിടിക്കുന്ന സൗന്ദര്യമായിരുന്നു സൈനബ ബീവിക്ക്. നല്ല സൗന്ദര്യമുള്ള പെണ്ണായിരുന്നു സൈനബ ബീവി. പോരാ, ഏറ്റവും നല്ല ബുദ്ധിമതിയായ പെണ്ണുമായിരുന്നു സൈനബ ബീവി. 53 വയസ്സുകാലമാണ് ജീവിച്ചത്. സുബ്ഹാനല്ലാഹ്, നല്ല അച്ചടക്കമുള്ള, നല്ല വറഉള്ള, നല്ല സൂക്ഷ്മതയുള്ള, നല്ല തഖ്വയുള്ള നബിതങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ പക്വതയുള്ള പെണ്ണായിരുന്നു ജഹ്ഷിന്റെ മകൾ സൈനബ റളിയല്ലാഹു അൻഹാ. സുബ്ഹാനല്ലാഹ്, ഇവരാണ് 7ാമത്തെ പെണ്ണ്. അവർ 53ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. 8ാമത്തെ ഭാര്യ ഹാരിസ് എന്നവരുടെ മകളായ ജുവൈരിയ റളിയല്ലാഹു അൻഹയാണ്. ജുവൈരിയ ഒരു അടിമ പെണ്ണായിരുന്നു. ഒക്കെ സന്ദർഭങ്ങളുണ്ട്. കല്യാണം കഴിക്കാൻ നബിതങ്ങൾ ഒറ്റടിക്ക് പോയിട്ട് കല്യാണം ആലോചിച്ച് റെഡി, ഞാൻ എന്നെ കെട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നെ എനിക്ക് ഇഷ്ടമാണ്, എങ്ങനെ എന്റെ കൂടെ ചാടിപ്പോരണം, അങ്ങനൊന്നല്ല. ഇൻഷാല്ലാഹ് അതിന്റെ ഒക്കെ സന്ദർഭം ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് നബിതങ്ങൾ പോയത്, കണ്ടത്, നബിതങ്ങൾ എങ്ങനെയാണ് അവരെ കല്യാണം കഴിക്കുന്നത്. ഹാരിസ് എന്നവരുടെ മകൾ ജുവൈരിയ ഒരു അടിമ പെണ്ണായിരുന്നു. ആ അടിമത്തത്തിൽ നിന്ന് അവളെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചു. പിന്നെയാണ് നബിതങ്ങൾ കല്യാണം കഴിക്കുന്നത്. നബിതങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ബർക്കത്തുള്ള പെണ്ണ് ജുവൈരിയയാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ജുവൈരിയ നല്ല ബർക്കത്തുള്ള പെണ്ണായിരുന്നു. നല്ല ബർക്കത്തുള്ള പെണ്ണാണ്. ചില പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ, വീട്ടിൽ കണ്ട് കയറിയാൽ ഭയങ്കര സന്തോഷമായിരിക്കും. ഭയങ്കര, അതുവരെ ഒരു കച്ചവടത്തിലൊന്നും ബർക്കത്തൊന്നും ഉണ്ടാവില്ല. അതുവരെ ഒരു എന്താ പറയാ, ഏർപ്പാടിലും കച്ചവടങ്ങളിലും ജോലിയിലൊന്നും റാഹത്ത് ഉണ്ടാവില്ല. ഗൾഫിലൊക്കെ എത്രയോ പോയിട്ടുണ്ട്, ഒരു ബർക്കത്തും ഉണ്ടായിട്ടില്ല. പക്ഷെ ചില പെണ്ണുങ്ങളെ കല്യാണം കഴിക്കലോടുകൂടെ അങ്ങോട്ട് ഉയരും അല്ലെ. അത് ചില പെണ്ണുങ്ങളുടെ മൂന്ന് കാര്യത്തിൽ ലക്ഷണമുണ്ട്, അപലക്ഷണമുണ്ട്. 3 കാര്യത്തിൽ. ഏതേതൊക്കെയാണ്? 1 പെണ്ണ്, 2 വീട്, 3 വാഹനം. ചില വാഹനം വാങ്ങിയ അതോടുകൂടെ മനുഷ്യന്മാർ തൊലയും. ചില വീട് വെച്ചാൽ അതോടുകൂടെ മനുഷ്യന്മാർ തോന്നെ. ചില പെണ്ണിനെ കെട്ടിയാലോ അതോടുകൂടെ മനുഷ്യ അടങ്ങാറാവുകയും ചെയ്യും. നേരെ മറിച്ച് നേരെ തിരിച്ചുകൊണ്ട് ചില പെണ്ണിനെ കെട്ടിയാലോ അതോടുകൂടെ കഴിച്ചിലാവും. ചില വീട് വാങ്ങിയാലോ അതോടുകൂടെ രക്ഷപ്പെടും. ചില വാഹനം വാങ്ങിയാലോ അതോടുകൂടെ മെച്ചപ്പെടും. മനസ്സിലായില്ലേ? ഏതായിരുന്നാലും ഈ ഹാരിസയുടെ മകൾ ജുവൈരിയ നല്ല ബർക്കത്തുള്ള പെണ്ണാണെന്ന് പറഞ്ഞതാരാണ്? മുഹമ്മദ് മുസ്തഫ. ഇത് ജനങ്ങളോട് പറഞ്ഞു കൊടുത്ത ആളാരാണ്? ജുവൈരിയല്ല. ജുവൈരി ആവുമ്പോ നമുക്ക് പേടിക്കാനുള്ളൂ. ജുവൈരിയല്ല, ഇത് ജനങ്ങളോട് പറയുന്നത് ആരാണ്? ബുദ്ധിമതിയായ ആയിഷ ബീവിയാണ്. ആയിഷ ബീവി പറയാൻ നബി തങ്ങൾ പറയാറുണ്ട് ജുവൈരിയ നല്ല ബർക്കത്തുള്ള പെണ്ണാണെന്ന്. മനസ്സിലായില്ലേ? ഇതാണ് 8ാമത്തെ നബി തങ്ങളുടെ ഭാര്യ. 9ാമത്തെ ഭാര്യ അബൂ സുഫിയാന്റെ മകളായ റംല ബീവിയാണ്. ആ റംല ബീവി ആദ്യം ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ജഹർ എന്ന് പറയപ്പെടുന്ന ആള്. രണ്ടുപേരും മുസ്ലിം ആയിരുന്നു. ഇസ്ലാമിക പ്രബോധനത്തിന് അയൽ രാജ്യത്തിലേക്ക് പോയതാണ് അബ്ദുല്ലാഹ്. ജഹറിന്റെ മകൻ അബ്ദുല്ലാഹ് റംല ബീവിയെയും കൂട്ടിയിട്ട്
അങ്ങനെ പിന്നീട് അവിടെ ജൂതന്മാരുടെ വലയിൽപ്പെട്ടുകൊണ്ട് അബ്ദുള്ള ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഈ പുറത്തുപോയതിന്റെ പേരിൽ റംലാ ബീവി എന്ന ഉമ്മു ഹബീബ ബീവി റളിയല്ലാഹു അൻഹാ മദീനയിലേക്ക് വന്ന് നബി തങ്ങളോട് കരഞ്ഞ് കാര്യം പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം അവളെയും സ്വീകരിക്കുകയാണ്. അതാണ് 9ാമത്തെ ഭാര്യ. മനസ്സിലായില്ലേ? അവര് 44-ാമത്തെ വയസ്സിലാണ് ലോകത്തോട് വിട പറഞ്ഞു പോയത്. ഉമ്മു ഹബീബ എന്ന റംലാ ബീവി എന്ന അബൂ സുഫിയാൻ എന്നവരുടെ മകൾ ഇവരാണ് 9ാമത്തെ ഭാര്യ. 10ാമത്തെ ഭാര്യ സഅദിന്റെ മകൾ മഹാമഹദിയായ റൈഹാന ബീവി റളിയല്ലാഹു അൻഹയാണ്. അവര് 11ാമത്തെ ഹിജ്റയുടെ 11ാമത്തെ വർഷത്തിലാണ് വഫാത്താകുന്നത്. അവരുടെയും ജനാസ മറവ് ചെയ്തത് ജന്നത്തുൽ ബഖീഇലാണ്. മനസ്സിലായില്ലേ? ഇതാണ് നബി തങ്ങളുടെ 10 ഭാര്യമാർ. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ ഇനി പറയേണ്ടത് എന്താണെന്നറിയോ? ഇനി നബി തങ്ങൾ ഇതാ ഇപ്പൊ ഖദീജ ബീവിയെ കല്യാണം കഴിച്ചു. പിന്നെ അതുപോലെ തന്നെ ഖദീജ ബീവിക്ക് ശേഷം മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ നബി തങ്ങൾ സൗദാ ബീവിയെ കല്യാണം കഴിച്ചു. അതിനുശേഷം മഹദിയായ ആയിഷ ബീവിയെ, ഹഫ്സ ബീവിയെ, സൈനബ ബീവിയെ, ഉമ്മു സലമ ബീവിയെ, അതുപോലെ തന്നെ സൈനബ ബീവിയെ, അതുപോലെ തന്നെ ജുവൈരിയ റളിയല്ലാഹു അൻഹയെ, ഇങ്ങനെ ഹുസൈമത്തിന്റെ മകൾ സൈനബ. മനസ്സിലായില്ലേ? ജഹ്ഷിന്റെ മകളുണ്ട് വേറെ. അല്ലാഹുവേ ഖൈർ നൽകണേ റബ്ബേ. ഇങ്ങനെ ഇവരെല്ലാം കല്യാണം കഴിച്ച മഹദിയായ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരുണ്ടല്ലോ. ഈ ഭാര്യമാരുടെ ജീവിത ചരിത്രങ്ങൾ ഇനി നമുക്ക് പറയണം. എങ്ങനെയാണ് കല്യാണം കഴിച്ചത്, കഴിക്കാനുണ്ടായ കാരണം, ഇൻഷാ അല്ലാഹ് അതാണ് വരുന്ന ആഴ്ച പറയാൻ പോകുന്നത്. എല്ലാവരും പറയാറുണ്ട് നബി തങ്ങൾ ഒരു പെൺഭ്രാന്തനാണെന്ന്, നബി തങ്ങൾ ഒരു കല്യാണ കൊതിയനാണെന്ന്. ഇല്ലേ? പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള സംഗതിയാണത്. ബാക്കിയൊക്കെ റാഹത്താണ്. ഇതങ്ങോട്ട് കേൾക്കുമ്പോ വലിയ വിഷമമുള്ളൂ. ഇതൊക്കെ എന്തുകൊണ്ടാണ് നബി തങ്ങൾ കല്യാണം കഴിക്കാനുണ്ടായ കാരണം പറയണം. നമുക്ക് പഠിക്കണം. നബി തങ്ങളുടെ മക്കളെ സംബന്ധിച്ച് പഠിക്കണം. നബി തങ്ങളുടെ മക്കൾ വഫാത്തായതിനെ സംബന്ധിച്ച് പഠിക്കണം. നബി തങ്ങൾക്ക് നുബൂവത്ത് കിട്ടിയത് പഠിക്കണം. നബി തങ്ങൾ വിഷമങ്ങൾ അനുഭവിച്ചത് പഠിക്കണം. എത്രയെത്ര വിഷമങ്ങളാണ് ആ മുത്ത് നബി തങ്ങൾ നമുക്ക് വേണ്ടി സഹിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ നബി തങ്ങൾ എത്ര വിഷമങ്ങളാണ് സഹിച്ചത്. ത്വായിഫിൽ പോയി കല്ലേറ് കിട്ടിയത്, നബി തങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ കുപ്പകൾ കൊണ്ടുപോയി എറിഞ്ഞത്, ഹബീബ നബി തങ്ങളെ കാണുമ്പോ കാർക്കിച്ചു തുപ്പുന്നത്, നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി ഒട്ടകത്തിന് ഓഫർ ചെയ്ത മനുഷ്യന്മാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മനാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ച രംഗങ്ങള് പറയണം നമുക്ക്. ഇല്ലേ? ഒരു NRC, ഒരു CA വന്നപ്പോ നമ്മൾ എല്ലാവരും ബേജാറായില്ലേ? എല്ലാവരും പേടിച്ചു പോയില്ലേ? എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടില്ലേ? പക്ഷേ ഇതെന്താണ്? നബി തങ്ങളെ ആട്ടി പുറത്താക്കുമ്പോ നബി തങ്ങളുടെ വിഷമം എത്രയായിരുന്നു പറയണം നമുക്ക്. മനസ്സിലാക്കണം എങ്ങനെയാണ് ആ പോക്ക്, എങ്ങനെയാണ് ആ ഹിജ്റ നടക്കുന്നത്, ആ ഹിജ്റയുടെ സംഭവങ്ങൾ എന്തൊക്കെയാണ് പറയണം, പഠിക്കണം. അല്ലാഹുവേ സാധുക്കളായ പാപികളായ ഞങ്ങൾക്ക് അതിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇത് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണേ അല്ലാഹു. നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ ഞങ്ങൾക്ക് മാഫാക്കി തരണേ അല്ലാഹ്. എല്ലാ ദോഷങ്ങളും നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹുവേ നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്.